ഒരു 2014 15 ഇറങ്ങേണ്ട സിനിമ നമുക്ക് 2025 ഇറക്കിയാലോ? അതാണ് ഡൂഡ്. ഡൂഡിനെ പറ്റി പറയാൻ അങ്ങനെ അധികം കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡൂഡ് സിനിമ നമ്മുടെ ഒരു 2002 3 അങ്ങോട്ട് ഇറങ്ങിയ അല്ലു അർജുൻ്റെ സിനിമ ഉണ്ടല്ലോ, ആര്യ സിനിമയുടെ കഥ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പുതിയ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട്, എലമെൻറ്റ്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആയിപ്പോൾ, കുറച്ച് പുതിയ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇന്നാ മക്കളെ പിടിച്ചോ എന്ന് പറഞ്ഞ് 2025 കൊണ്ട് തന്നിട്ടുള്ള സിനിമയാണ്. സിനിമ ഓവറോൾ ഒരു ക്രിഞ്ച് പടം. പടത്തിനകത്ത് തന്നെ ഒരു ഡയലോഗുണ്ട്, നമ്മുടെ നായകൻ പ്രദീപ് രംഗനാഥൻ പറയുന്നത്, ഇപ്പോഴത്തെ കാലത്ത് എന്തായിരുന്നു, ഇന്നത്തെ കാലത്തിലെ ക്രിഞ്ച് എന്ത് പറഞ്ഞാലും ക്രിഞ്ചാന്ന് പാക്കുന്നതാണ് ഇപ്പോൾ ട്രെൻഡ്. ബാക്കിയുള്ളവരുടെ മനസ്സിലുള്ള എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കഴിവില്ലാന്ന്. ആര് പറഞ്ഞു ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാന്നോട്? ചുമ്മാ ഓരോന്നൊക്കെ അടിച്ചിറക്കിയിട്ടങ്ങ് ചുമ്മാ ക്രിഞ്ച് അടിച്ചിട്ട് ക്രിഞ്ചിനെ ന്യായീകരിക്കാൻ വേറെ ക്രിഞ്ച് പറയുന്നു. അങ്ങനത്തെ ഒരു പടം. എന്നാലും നമുക്ക് കാസ്റ്റിലേക്ക് പോകാം. പ്രദീപ് രംഗനാഥൻ ബാക്കിയുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസസ് ഓക്കെ. കുറേ സീനൊക്കെ ഇച്ചിരി അൺനെസസറി ആയിരുന്നു. അതായത് കുറേ ആവശ്യമില്ലാത്ത സ്റ്റൈലും, എന്താ പറയുക, നമ്മുടെ ഈ ഒരു വിജയ്, രജനീകാന്ത് ആ ഒരു സ്റ്റൈൽ മാനറിസം ഒക്കെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു മാഷ്മെല്ലോ കൊടുത്തു. മാഷ്മെല്ലോ കിട്ടിയാൽ നമ്മളെന്താ ചെയ്യുക? തിന്നല്ല ചെയ്യുക. പുള്ളിയാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വായിലോട്ടൊക്കെ ഇട്ട് നമ്മുടെ വിജയ് മറ്റേ ആ സിനിമയ്ക്കകത്ത് ബബിൾക്ക് അഞ്ഞമ്മ ചവയ്ക്കുമല്ലോ, അതേപോലത്തെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, വേറൊരു സീനകത്ത് ഞാൻ നോക്കുമ്പോൾ മമിതേൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഇട്ട് ഒരു കണ്ണാടി ഇരിപ്പുണ്ട്. പുള്ളി വന്നിട്ട് ഷർട്ടിൻ്റെ ഇവിടെ പിടിച്ച് ഇങ്ങനെ ഒരു കുലുക്കും കണ്ണാടി ഇങ്ങനെ തെറിച്ച് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സയൻസ് എന്ന് പറഞ്ഞ സാധനം പുള്ളി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത് തെറിച്ച് വന്ന് പുള്ളിയുടെ മുഖത്തിരിക്കുന്നു. അതൊക്കെ ഒരു സ്റ്റൈലാണ്. എന്തായാലും ആകട്ടെ, വേറൊരു മാനറിസം. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മോഹൻലാൽ ചരിഞ്ഞ് നടന്നു, മോഹൻലാൽ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് നാളെ ഒരുത്തം വന്നിട്ട് അങ്ങനത്തെ ഡയലോഗ് മോഞ്ഞ കാര്യങ്ങളൊക്കെ അടിച്ചാൽ മോഹൻലാലാക്കാൻ പറ്റൂല. അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് തന്നെ ഓൾറെഡി ഈ പ്രദീപിന് ധനുഷിൻ്റെ കട്ടാണ്, ധനുഷിൻ്റെ 720p ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ നടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്കറിയില്ല, പുള്ളിയുടെ ഇഷ്ടം. പക്ഷേ എനിക്കെന്തോ അത് അത്ര അങ്ങോട്ട് തയ്ച്ചില്ല. ഓവറായിട്ട് ചെറിയ സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഔട്ട്ഡേറ്റഡേ. അത് മാത്രമല്ല, ഇതൊക്കെ കൊണ്ടുവന്ന ഓരോരുത്തരാണ്. രജനീകാന്തിൻ്റെ സ്റ്റൈല് രജനീകാന്തിൻ്റെയാണ്, വിജയുടെ സ്റ്റൈല് വിജയുടെയാണ്. അതൊക്കെ വേറൊരാളെടുത്തിട്ട് എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതൊക്കെ ആദ്യം ചെയ്തായിരുന്നെങ്കിൽ ഓക്കെ. അത്രേ ഉള്ളൂ. മമിതയ്ക്ക് വേണ്ടിയാണ് ശരിക്കും ഈ സിനിമ കണ്ടത്. എനിക്ക് മമിത എന്നുള്ള ആക്ട്രസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രദീപിനെ ഇഷ്ടമാണ്. പ്രദീപിൻ്റെ ഡ്രാഗൺ ഞാൻ കണ്ടതാണ്, എനിക്കിഷ്ടമുള്ളൊരു സിനിമയാണ്. ലവ് ടുഡേ ഓക്കെ, കുറച്ചൊക്കെ ക്രിഞ്ചാണ്, എന്നാലും കുഴപ്പമില്ല. ചില ഭാഗങ്ങളൊക്കെ കണ്ടിരിക്കാവുന്നൊരു സിനിമയായിരുന്നു. ഇതിനകത്ത് മമിതേൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യമില്ല, ഒരു തേങ്ങയില്ലാത്തൊരു ക്യാരക്ടറിലോട്ട് ഞാൻ വരാം. പക്ഷെ അതിന് മുമ്പ് മമിതയുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറയാം. മമിതയാണെങ്കിൽ നല്ല രീതിയിൽ ഈ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. തമിഴിൽ എനിക്കൊന്ന് രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു, ആദ്യത്തെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഏതൊരു ഇൻ്റർവ്യൂവിൽ എവിടെ കണ്ടപ്പോൾ രണ്ടാമത്തെ സിനിമയെന്ന് അങ്ങോട്ട് പറഞ്ഞ് കേട്ടിട്ട് ഓർക്കണേ. എന്തായാലും നല്ല ആക്ട് ചെയ്തിട്ടുണ്ട്. ഡയലോഗ് മമിതയാണോ ഡബ് ചെയ്തതെന്നും അറിയില്ല, പക്ഷേ ഡബിങ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതെല്ലാം വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ചില സിനിമയിലൊക്കെ എനിക്ക് ജയറാമൊക്കെ ആണെങ്കിൽ തമിഴിൽ പോയിട്ട് തമിഴ് പറയുമ്പോൾ എനിക്കെന്തോ ജയറാം അറിയില്ല, മനസ്സിൽ ആ ഒരു വോയിസ് കേട്ട് നമുക്ക് അതൊരു ശീലമുണ്ടല്ലോ. പെട്ടെന്ന് ജയറാമൊക്കെ പോയിട്ട് ജയറാമിൻ്റെ സ്വന്തം വോയിസിൽ തമിഴ് പറയുമ്പോൾ എനിക്ക് എന്തോ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഈ തമിഴന്മാർ ശരിക്കുള്ള തമിഴ് പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഈ സിനിമയിൽ മമിതേൻ്റെ ക്യാരക്ടറിൽ നിന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡബ് ചെയ്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന്. പക്ഷെ എന്തായാലും നന്നായിട്ടുണ്ട്. ക്യാരക്ടർ അങ്ങനെ വലിയ എമൗണ്ട് നടി ഉള്ള അഭിനയമൊന്നും അഭിനയിച്ചിട്ടില്ല, പക്ഷെ ആ ക്യാരക്ടർ അത്രയൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഡിമാൻഡ് ചെയ്യേണ്ട സാധനം മമിത ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ക്യാരക്ടറിലോട്ട് വരാം. എൻ്റെ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോരാ, വൻ ക്രിഞ്ച്, അമ്മാതിരി ക്രിഞ്ച് ക്യാരക്ടറൊക്കെയാണ് എഴുതി വച്ചേക്കുന്നത്. പ്രദീപിൻ്റെ ക്യാരക്ടറാണെങ്കിൽ എൻ്റെ ത്യാഗി എന്ന് പറഞ്ഞാൽ ത്യാഗി. ഇവനൊക്കെ പൂവിട്ട് വല്ല രൂപക്കൂടുണ്ടെങ്കിൽ അതിൽ കയറ്റി വെക്കണം, അമ്മാതിരി ഡൂഡാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ആര്യ സിനിമേൻ്റെ ഒരു ഈ ടച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന്.
അതേപോലെ തന്നെ ആ ആര്യ സിനിമയ്ക്കകത്തൊക്കെ കാണിച്ച പോലെ തന്നെ പുള്ളി ഒരു ഇച്ചിരി സൈക്കോ പോലെ. പുള്ളിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പ്രേമം അങ്ങ് ഒഴുകാണ് പെണ്ണിൻ്റെ, അവളുടെ എന്താ സമാധാനം, അവളുടെ സന്തോഷം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. ആദ്യത്തെ ഒരു 20 മിനിറ്റ്സ് മൂവി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ ട്വിസ്റ്റും കാര്യങ്ങൾക്കൊക്കെ ശേഷം പിന്നെ പടം അൺസഹിക്കബിൾ ആയിരുന്നു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കാരണം കണ്ടു മറന്ന കഥകളൊക്കെ തന്നെ ഇങ്ങനെ കാണിക്കുകയാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ കുറച്ച് കോമഡി, കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ടെങ്കിലും ഈ സിനിമയുടെ കഥ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു രീതിയിലായതുകൊണ്ട് എന്തോ അതങ്ങോട്ട് വർക്കൗട്ടായില്ല. എനിക്ക് വർക്കൗട്ടായില്ല. വർക്കൗട്ടായവരുണ്ടാവുമായിരിക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞൊന്നും പറഞ്ഞ് നിങ്ങളത് കാണാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സിനിമ അത്യാവശ്യം നല്ല സിനിമയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ ഇച്ചിരി പഴയ ഔട്ട്ഡേറ്റഡ് സ്റ്റോറി ആയിപ്പോയി. ഇത് ഇപ്പോൾ ഇച്ചിരി പുതിയ രീതിയിലൊക്കെ ഇപ്പോൾ എന്തൊക്കെ നല്ല സിനിമകൾ വരുന്നു, ഇതിനേക്കാളൊക്കെ എന്തൊക്കെ നല്ല സിനിമകൾ. അന്നേരം ഇങ്ങനത്തെ ഒരു കഥ വെച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ ദൈവത്തിനറിയാം. ഇനി അടുത്ത കാസ്റ്റിലോട്ട് പോകാം. അടുത്ത കാസ്റ്റ് ഹൃദു ഹറൂൺ, നമ്മുടെ മേനെ പ്യാർ കിയ ആ സിനിമയ്ക്കകത്തൊക്കെ ഉള്ള ഒരു നെപ്പോക്കെട്ടാണ്. പക്ഷെ നല്ല ആക്ടിങ് ആയിരുന്നു സിനിമയ്ക്കകത്ത്. ക്യാരക്ടർ കിട്ടിയേക്കുന്നത് ഒരു ലവർ ബോയ് എന്നുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു കുട്ടിത്തമുള്ള ഒരു നല്ല ക്യാരക്ടർ. അങ്ങനെ അത്രയും ഇപ്പോൾ എനിക്ക് റിവീൽ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഹി വാസ് ഗുഡ്. മൂവിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്തുവാ പുള്ളിയുടെ പേര്, ശരത് കുമാർ സിനിമയ്ക്കകത്ത് ഇത്രയും നാൾ ഞാൻ കണ്ടിട്ടുള്ള ശരത് കുമാറിനേക്കാളും ഭയങ്കര വ്യത്യസ്തമായ ഒരു ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ ക്യാരക്ടറിനൊരു പ്രത്യേക ഔറ ഉണ്ടായിരുന്നു. ഒരു മാസാണോ എന്ന് ചോദിച്ചാൽ മാസാണ്, അതേസമയം ഒരു ചെറിയ കൊമേഡിയനാണോ എന്ന് ചോദിച്ചാൽ കൊമേഡിയനാണ്. അങ്ങനത്തെ ടൈപ്പ് ഒരു വൈബുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ. നല്ലതായിരുന്നു. പുള്ളിയും നല്ല രീതിയിൽ പുള്ളിക്ക് കിട്ടിയ റോള് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓവറോൾ പുള്ളീനെ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു റോള്. പുള്ളി ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പുള്ളി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എന്തായാലും പുള്ളിയുടെ റോള് കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് കുറച്ച് ഫ്രണ്ട്സായിട്ടൊക്കെ കുറേ ഒരു പയ്യൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ എടുത്ത് പറയാനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല അവിടെ. അതുകൊണ്ടാണ് അതൊന്നും എടുത്ത് പറയാത്തത്. സിനിമ കണ്ടു നോക്കാൻ പറ്റുമെങ്കിൽ പോയി കണ്ടു നോക്ക്. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എന്നും പറഞ്ഞു അയ്യോ ഭൂലോക തോൽവി പടം എന്നൊന്നും ഞാൻ പറയില്ല. ഉറപ്പായിട്ടും ഒരു തവണ നിങ്ങൾക്ക് കാണാം എന്നുള്ള സിനിമയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ ഉള്ളതെന്നൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സ് പോലെ ഇരിക്കും. എനിക്കെന്തോ ഈ കഥ ഒത്തിരി പഴയതായി എന്ന് തോന്നി. ഈ സിനിമയ്ക്കകത്തൊരു മെസ്സേജൊക്കെ ഉണ്ട്. നല്ല മെസ്സേജ് തന്നെ. മെസ്സേജ് പൊട്ടയൊന്നുമല്ല. നല്ല മെസ്സേജ് പറയാൻ ഉദ്ദേശിച്ച ലൈൻ അങ്ങോട്ട് ശരിയായില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് ഇച്ചിരി കൂടെ വേറെ എന്തെങ്കിലും രീതിയിൽ, ഞാൻ കഥ എഴുതുന്ന ആളൊന്നുമല്ല, എന്നാലും വേറൊരു രീതിയിൽ ആ കഥ പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഈ കഥ വേറൊരു എവിടെയൊക്കെയോ ട്രാവൽ ചെയ്ത കഥ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് അതിൻ്റെ ഇതാണ് ഈ സിനിമയിലെ എൻ്റെ മോറൽ എന്ന് പറഞ്ഞു പോയി. കാരണം പ്രദീപിൻ്റെ സിനിമയിലെല്ലാം അങ്ങനെയാണ് പൊതുവെ. പുള്ളിയുടെ സിനിമയിലെല്ലാം ഒരു മോറൽ എവിടെയെങ്കിലുമൊക്കെ പുള്ളി തന്നിട്ടാണ് പോവാറ്. അപ്പോൾ ആ ഒരു മോറൽ ഈ സിനിമയിലും തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ വർക്കൗട്ടായി എന്നും പറയാം, പക്ഷേ അത് ഒരു വല്ലാത്ത രീതിയിലാണ് വർക്കൗട്ട് ആക്കിച്ചത്, അത്രയേ ഉള്ളൂ. പക്ഷേ എന്തായാലും കണ്ടു നോക്കുക ഗൈസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയൂ. പിന്നെ പാട്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരുന്നു. അതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് സായി അബേൻകറാണ്. മ്യൂസിക്കും കുഴപ്പമൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് വർക്കൗട്ടായി. ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സ്ഥിരം കാണുന്ന പോലെ ഭയങ്കര സ്ട്രിങ്സൊക്കെ ഇട്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരു സട്ടിലായിട്ട് പിടിച്ച് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ എനിക്ക് വർക്കൗട്ടായിട്ടുണ്ട്. ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ആണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ഡൗൺ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.